അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആണോ അല്ലേ? വെൽക്കം ടു മൈ ചാനൽ. ഞാൻ പാർവതി. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ഓൾറെഡി ഒന്ന് കണ്ടിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ ഓൾറെഡി അത് അൺബോക്സ് ചെയ്തതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഗിഫ്റ്റായിട്ട് കണ്ടാലോ. പെട്ടെന്ന് ഞാൻ വീഡിയോ തുറക്കാം, ലെങ്തി ആക്കത്തില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഹെയർ ചെയ്തേക്കുന്ന ബോട്ടോക്സ് ആണ്. ബിക്കോസ് എനിക്ക് അച്ഛനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ബർത്ത്ഡേ ആയതുകൊണ്ട് നീ പോയി ഹെയർ ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഹെയർ ചെയ്തത്. അപ്പോൾ ബോട്ടോക്സ് ആണ് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതാണ് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്കത് ഇത് കണ്ടോ, ഈ മൂക്കുത്തി, അതെനിക്ക് കുഞ്ഞമ്മയും കൊച്ചച്ഛനും ഗിഫ്റ്റ് ചെയ്തതാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല മൂക്കുത്തി ലവറാണ്. അപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ മൂക്കുത്തി വരുന്നത്. അപ്പം ഇതാണ് എൻ്റെ അടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ്. പിന്നെ ഞാൻ ഈ വെച്ചേക്കുന്ന മൈക്ക്, ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ഇതെനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതായത് LLBക്ക് തൊട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അഷ. അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഈ മൈക്ക്. അപ്പം ആക്ച്വലി ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഈ ഒരു മൈക്ക് എനിക്ക് അവൾ തരും എന്തെങ്കിലും എന്നുള്ളത് എനിക്കറിയാം. എല്ലാ പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇത് എനിക്ക് വീട്ടിൽ എനിക്ക് കൊറിയർ വന്നതാണ്. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇനിയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കേർട്ടാണ്. ആക്ച്വലി ഇതൊരു നല്ല വൈറ്റ് സ്കേർട്ടാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു സ്കേർട്ട്. നല്ലൊരു സ്റ്റാൻഡേർഡ് ആൻഡ് എലഗൻറ്റ് ലുക്കുള്ള ഒരു സ്കേർട്ടാണ് ആക്ച്വലി ഇത്. നല്ല രസമുണ്ട് ഈ സ്കേർട്ട്. ഇതിൻ്റെ കൂടെ ഒരു ഷർട്ടും ആണ് എനിക്ക് ഉള്ളത് കിട്ടിയത്. ഇതെനിക്ക് എൻ്റെ അമ്മ വാങ്ങി തന്നതാണ് കേട്ടോ. ഈ ഒരു ബ്ലൂ കളറിലെ ഷർട്ടുമാണ്. ഞാൻ അമ്മയും കൂടെ പോയി എടുത്തതാണിത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതാണ് എൻ്റെ അടുത്ത എൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് മടക്കി വെക്കാം, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പം ഇതാണ് അടുത്തൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആക്ച്വലി ഈ ഒരു ഡ്രസ്സാണ്. ഒരു ഫ്രോക്ക് പോലത്തെ ഒരു അടിപൊളി ഒരു ഡ്രസ്സാണ്. എനിക്ക് കിട്ടിയേക്കുന്നതെല്ലാം എൻ്റെ ടേസ്റ്റിനനുസരിച്ചും എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ടാണ്. ബിക്കോസ് എന്നെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ എൻ്റെ ഇഷ്ടങ്ങളും ടേസ്റ്റും അറിയാം. അപ്പോൾ അതേപോലത്തെ തന്നെ ഉള്ള ഗിഫ്റ്റ്സാണ് കേട്ടോ എനിക്ക് കിട്ടിയേക്കുന്നത്. അത് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അപ്പം ഇതാണ് അടുത്തൊരു ഡ്രസ്സ് എന്ന് പറയുന്നത്. നല്ലൊരു ഫ്രോക്കാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് ഞാൻ എന്താ പറയുക, എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ താഴെ കൊടുത്തേക്കാം, ഫോളോ ചെയ്ത് നോക്കുക. ഈ ഡ്രസ്സൊക്കെ ഇട്ടുള്ളൊരു വീഡിയോ ഉറപ്പായിട്ടും ഞാൻ പിക്കിടുന്നതാണ്. ഇനി അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് കളറിൽ നല്ലൊരു ഫ്ലിപ്പ് പോലത്തെ ചെരുപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പാണ് ആക്ച്വലി. നല്ല രസമുണ്ട് കാണാനായിട്ട്, പ്യോർ വൈറ്റ്. പക്ഷെ ഇതുപോലെ സൂക്ഷിക്കണം വൈറ്റ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്ലിപ്പർ, ഒരു ഫ്ലിപ്പ് പോലത്തെ സ്ലിപ്പർ, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടും വൈറ്റാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ ഈ ഒരു ചെരുപ്പാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് എൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം പിന്നെ എൻ്റെ എന്താ പറയുക, നിങ്ങൾ എൻ്റെ ഒരു കുട്ടി ബർത്ത്ഡേ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ദൈവം സഹായിച്ച് എനിക്ക് എല്ലാ ബർത്ത്ഡേസിനും എൻ്റെ ബർത്ത്ഡേനേക്കാളും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, എന്നെക്കാളും എൻ്റെ ബർത്ത്ഡേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആണ്. എൻ്റെ എല്ലാ ബർത്ത്ഡേയിലും എൻ്റെ വീട്ടിൽ നിന്ന് എപ്പോഴും, ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ പോലും എപ്പോഴും ഒരു കേക്ക് ഉണ്ടാവും. അതിനും ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതുപോലെ കുഞ്ഞമ്മ, കൊച്ചച്ഛൻ അവരൊക്കെ ഉണ്ടാവും, എല്ലാ ഫാമിലി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അവരെപ്പോഴും ഇതേപോലെ, കുഞ്ഞമ്മയ്ക്ക് അറിയാം എൻ്റെ ടേസ്റ്റ്, അതുപോലെ കൊച്ചച്ഛനാണെങ്കിലും. അപ്പം എനിക്ക് അതിന് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിനകത്ത് എന്താ മെയിനായിട്ട് എന്നെ എടുത്ത് പറഞ്ഞ പേരെന്ന് ഇതൊക്കെ എനിക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടി. ഇത് എനിക്ക് ഇന്നലെ അപ്പം തന്നെ അന്ന് ബർത്ത്ഡേയുടെ അന്ന് കൊണ്ടുവന്നതാണ്. ബാക്കിയൊക്കെ എനിക്ക് അഡ്വാൻസ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ പേര് എടുത്തെടുത്ത് പറഞ്ഞത് ആരൊക്കെ തന്നെന്നുള്ളത്. ബാക്കി ആൾക്കാർക്ക് തന്നതാണ്. അപ്പം ഒരു കുട്ടി വീഡിയോ ആയിരുന്നു എൻ്റെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.